കരിമിഴി കുരുവിയെ കണ്ടേലാനി ചിരിമണി ചിലമ്പൊലി കേട്ടേലാനി പണ്ടേ എന്നോടൊന്നും മിണ്ടേല. ഇപ്പം ഞാനീ പാടിയത് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഈ സോങ് കേൾക്കാതെ മലയാളിയുടെ ഒരു ദിവസം കംപ്ലീറ്റ് ആവില്ല എന്ന് തന്നെ പറയാം. ഈ ശബ്ദം കൊണ്ട് മലയാളക്കാരെ ആകെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ഒരു സിംഗറാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. ലെറ്റ്സ് വെൽക്കം ദ വെരി ടാലൻറ്റഡ് സിംഗർ ദേവാനന്ദൻ ജി. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പം ഞാൻ പാടി തുടങ്ങിയോണ്ട് ആദ്യത്തെ റിക്വസ്റ്റ് അതെന്തായാലും ആ സോങ് തന്നെ ആയിരിക്കും അറിയാലോ. സോ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം സാർ, നമുക്ക് ആ ഒരു സോങ് പാടിക്കൊണ്ട് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല, കാവിൽ വന്നീലാരാ പൂരം കണ്ടീല, മായ കൈകൊട്ടും മേളവും കേട്ടീല, കരിമിഴി കുരുവിയെ കണ്ടീല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. ഈ കരിമിഴിക്കുരുവി എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ ശരിക്കും? ശരിക്കും ഈ 2002 ആണെന്ന് തോന്നുന്നു മീശമാധവൻ്റെ റിലീസായി. അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. വല്ലപ്പോഴും ദൂരദർശനിലോ അല്ലെങ്കിൽ ബാക്കി ചാനലിൽ വരുന്ന ഇടയ്ക്ക് വരുന്ന പാട്ടുകൾ അല്ലാതെ ഈ പാട്ട് പ്രൊമോട്ട് ചെയ്യാനോ പാട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള യാതൊരു സാധ്യതകളുമില്ല. പക്ഷേ ഇപ്പം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലത്തെ സാധ്യത എന്ന് വെച്ചാൽ വളരെ വൈഡാണ് അല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പഴയ പല പാട്ടുകളും നമ്മളിപ്പം പുതിയ തലമുറയിലേക്ക് എത്താൻ കാരണം ഇതുപോലെ റീൽസ്, അതുപോലെ തന്നെ കവർ വേർഷൻസ്, അങ്ങനെ ഒരുപാട്. ഇപ്പം കരിമിഴിക്കുരുവി എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ടോട്ടൽ ആ സോങ്ങിൻ്റെ വ്യൂസിനേക്കാളും കൂടുതൽ ഇരട്ടി വ്യൂസ് കവർ വേർഷൻസിലുണ്ടാവും പലരും ചെയ്ത അല്ലേ. എനിക്ക് തോന്നുന്നത് സുജാത ചേച്ചിയും വേറെ ആരോ ഒരാളും കൂടെ പാടിയിരുന്നു ഈ പാട്ട്. അപ്പോൾ താഴെ കുറേ പേര് ഇദ്ദേഹമാണ് ഈ പാട്ട് പാടിയതില്ലേ എന്നൊക്കെ ചിലർക്ക്. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയും നന്നായിട്ട് പലരും പാടുന്നുണ്ട്. ഈ പാട്ടിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ വേർഷൻ മാത്രമേ കുറച്ച് പാടാൻ ബുദ്ധിമുട്ടുള്ളൂ. എൻ്റെ വേർഷൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരു ലൈറ്റ് സൗണ്ടുള്ള ആർക്കും അത് പാടി ഫലിപ്പിക്കാൻ പറ്റുന്നൊരു പാട്ടാണ്. അതുകൊണ്ട് ഒരുപാട് പേര് അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ടോണൽ ക്വാളിറ്റിയൊക്കെ സെയിമായിട്ട് വരുമ്പം അത് ഇദ്ദേഹമാണോ പാടിയേ എന്നിങ്ങനെ പലരും ഇങ്ങനെ നന്നായിട്ട് പാടിയവരുടെ താഴെ കമൻസ് ചിലരൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് അത് കവർ വേർഷൻസ് ചെയ്യുകയും റീൽ ചെയ്യുകയും ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും അത്. പിന്നെ വിദ്യാജിയുടെ പാട്ട് ഓഫ് കോഴ്സ് അതൊരു എവർഗ്രീനാണ്. അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻസ് നമുക്കൊരു പ്രത്യേക ഒരു 2000 അല്ലെങ്കിൽ 2015 ഒന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. മലയാളികൾ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ഹിറ്റുകളുമാണ്, മനസ്സിൽ എപ്പോഴും പാടി നടക്കുന്ന പാട്ടുകളുമാണ്. അപ്പോൾ അതിലൊരു പാട്ട് എനിക്ക് പാടാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യവും ഒരു സന്തോഷമായിട്ട് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ വിദ്യാസാഗർ സാർ ആയിക്കോട്ടെ, ഗിരീഷ് പുത്തഞ്ചേരി സാർ ആയിക്കോട്ടെ, നമ്മൾ മഹാരഥന്മാരെന്ന് പറഞ്ഞ് എടുത്തു വെക്കുന്ന സംഗീതത്തിൽ എല്ലാവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ മെമ്മറീസ് ഒക്കെ പെട്ടെന്നൊരു ഞൊടി ഓർക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് കടന്നു വരുന്നത്? അല്ല, അതൊരു സ്വപ്നമായിരുന്നു എൻ്റെ. ഇപ്പം ഞാനിവിടുന്ന് സിനിമ പിന്നണി ഗായകനാവണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി കയറിയ ആൾ തന്നെയാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര സുഖമൊന്നും ആയിരുന്നില്ല. എനിക്ക് വളരെ അടുപ്പമായിട്ട് പെരുമാറിയ പലരും പറഞ്ഞു മോൻ തിരിച്ചു പോക്കോ, എന്നാലും ഒരു BCom ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അവിടെ പോയി വല്ല ബാങ്കിലൊക്കെ പോയി ഇവിടെ വന്ന് വെറുതെ ജീവിതം കളയണോ, കഷ്ടപ്പെടണോ. ഇവിടെയൊക്കെ അന്നത്തെ സംബന്ധിച്ച് ദാസേട്ടൻ, ചേട്ടൻ അല്ലെങ്കിൽ ശ്രീമാറേട്ടൻ വേറൊരു പുതിയൊരാളെ പറ്റി ചിന്തിക്കുന്ന ആ കൂടെ പാടിക്കൊണ്ട് ബിജു വല്ലപ്പോഴും പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഒട്ടും ഇല്ലായിരുന്നു. ഈവൻ കാസറ്റ് ഓഡിയോ കമ്പനികളാണ് കൂടുതലും അന്ന് നിയന്ത്രിച്ചിരുന്നത്. പാട്ടുകളുടെ പല ആര് പാടണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ശരിക്കും. ഇപ്പോൾ കവർ വേർഷൻസ് പാടുന്ന പോലെ തന്നെ അന്നത്തെ സമയത്ത് ഒരു ഫില്ലറായിട്ടെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ റഹ്മാൻ സാറാണ് ശരിക്കും ഹാർമണീസിൻ്റെ പേര് പാടുന്നവരുടെ പേര് കൊണ്ടുവന്നത്. അപ്പം മണി ശർമ്മ തുടങ്ങി, പിന്നെ ദേവിശ്രീ പ്രസാദ് തുടങ്ങി, മലയാളത്തിലൊക്കെ കുറച്ച്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഒരു പേര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ രവീന്ദ്ര മാസ്റ്ററുടെ ഞാൻ ഇതിനു മുമ്പ് പാടിയൊരു പാട്ട് തിങ്കൾ കുറി തൊട്ടുന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് ശരിക്കും കരിമിഴിക്കുരുവിക്ക് മുമ്പ് പാടിയ പാട്ടാണ്, ഡ്യുവറ്റ് സോങ് ആയിരുന്നു. അത് സിനിമയുടെ ഫില്ലറായിട്ട് വന്നതാണ്. ഇന്നത്തെ പോലെ നമുക്കൊരു കുറേ ഒരു മീഡിയ എക്സ്പോഷർ, ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരാളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അതൊരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കൂടെ പോയവർക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അന്നത്തെ സമയത്ത് ശരത്താണ് ആദ്യം പാടിച്ചത്.
കെ മേനോൻ എന്ന് പറഞ്ഞിട്ട് മാഗ്നാസോഡിലുണ്ടായിരുന്ന ആൾ ABC ജോയിൻ ചെയ്തപ്പോൾ ഓണത്തിൻ്റെ ഒരു വർക്ക് പാടി. അച്ഛനും ദാസങ്ങളും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പം ആ കാസറ്റ് കൊടുത്തപ്പം നീ ശരത്തിനൊക്കെ പാടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ദക്ഷിണാമസ്വാമിയുടെ ഒരു 10 പാട്ട് പാടിയാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ദാസേട്ടന് അറിയാം. പറഞ്ഞു നീ എന്തിനാ ഇവിടെ നിൽക്കണം, നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും പരിചയപ്പെടുത്താം. അങ്ങനെ ഒരു ചെറിയൊരു കച്ചിത്തുമ്പ് കിട്ടിയാണ് ഞാൻ സ്ഥലം വിടുന്നത്. അങ്ങനെ വിദ്യാജിയെ പരിചയപ്പെടുത്തി. അതുകൊണ്ട് നമുക്ക് കുറേ പാട്ടുകൾ പാടാൻ സാധിച്ചു. പിന്നെ ആ ഒരു വിദ്യാജിക്ക് പാടിയൊരു സിംഗർ എന്നുള്ളതിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു. അങ്ങനെയാണ് ആ ഒരു ജേണി തുടങ്ങിയത്. കുറേ പാട്ടുകൾ, ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് പാട്ടുകൾ അന്നത്തെ സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു. ഇപ്പം 98 ഫസ്റ്റത്തെ ഇപ്പോൾ അതായത് പോപ്പുലർ ആയിട്ടുള്ളൊരു പിന്നണി ഗായകനായിട്ടുള്ള ഫസ്റ്റത്തെ തുടക്കം 98 നമ്മൾ തുടങ്ങുന്നത്. ഇപ്പം 27 ഇയേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞു കാലമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആൾക്കാരായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതായാലും പുതിയ വർക്ക്സ് വരുന്നതായാലും ഇപ്പോഴും ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സിംഗർ എന്നുള്ള രീതിയിൽ. ആ ഒരു ഹാപ്പിനെസ് എങ്ങനെയാണ്? ഹാപ്പിനെസ് മാത്രമല്ല, ഒരു ടെൻഷനുമാണ്. നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്ത വല്ലപ്പോഴും ഒരു പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ആൾ നമ്മൾ വേറൊരു ജോലിയിലൊക്കെ ഇരുന്ന് പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു റിലാക്സേഷൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമുക്കൊരു ഫിക്സഡ് ഇൻകം ഉള്ളൊരു ജോലിയിലുണ്ട്, ഇടയ്ക്ക് നമ്മൾ സിനിമ പാടുന്നു, പോകുന്നു, ഇടയ്ക്ക് ഷോസ് ചെയ്യുന്നു. ഇതിപ്പോൾ അതല്ല, നമ്മളൊരു എപ്പോഴും റിസ്ക് ഉള്ളൊരു ഫീൽഡാണ് ഇപ്പോഴും. ഔട്ടാവുക എന്നുള്ളതിൻ്റെ ഒരു വിഷയമല്ല. നമ്മൾ പുതിയ പുതിയ പാട്ടുകൾ ഉണ്ടാവുക, അതിനനുസരിച്ച് നമ്മൾ പുതിയ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഉണ്ടാവുക. പാട്ടുകളാണെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, ഇപ്പം നമ്മൾ പാടിയ പാട്ടുകൾ മാത്രമല്ല മറ്റു പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ആ ഒരു ട്രെൻഡിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ ഒരു ചലഞ്ചാണ്. മലയാളികൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ടോട്ടലി വ്യത്യസ്തത എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് സംഗീതത്തിലായാലും ആക്ടിങ്ങിലായാലും സിനിമയിലായാലും ശൈലിയിലായാലും അവരെപ്പോഴും അങ്ങനെ ബേസിക്കായിട്ടൊരു നേച്ചർ ഇങ്ങനെ വേണമെന്നില്ല. അവർക്ക് ഒരേ സമയം ദാസേട്ടൻ്റെ ശബ്ദവും ഇപ്പം ഇന്നലെ പാടിയ ഒരാളുടെ ശബ്ദവും ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയും ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടും. പക്ഷേ നമുക്കങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. നമ്മൾ പാടിയിട്ടുള്ള പാട്ടുകളും അല്ലെങ്കിൽ ആ പാട്ടുകൾ വെച്ചായിരിക്കും ചിലപ്പോൾ ഒരു സിനിമ വരുമ്പോൾ ഞാൻ ആ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞു വരുന്ന പാട്ടുകൾ ഇപ്പോഴും വരുന്നുണ്ട്. അതങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഹാപ്പിയായിട്ടങ്ങനെ പോകുന്നത്. ഇപ്പം ഏർലി ഇൻസ്പിറേഷൻസിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അച്ഛൻ്റെ പാത പിന്തുടർന്ന് തന്നെയാണ് എത്തിയത്. ജയേഷനും ഈ പറഞ്ഞ അച്ഛൻ കർണാട്ടിക് മ്യൂസിഷ്യൻ ആയിരുന്നു. അപ്പം ഈ കുഞ്ഞിലെ തൊട്ട് ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചാണ്, ഇപ്പം 2ാം ക്ലാസ് തൊട്ട് പങ്കെടുത്തിട്ടുള്ള എല്ലാ സംഗീത മത്സരങ്ങളിലും നല്ല ഫുൾ നമ്മൾ സമ്മാനമൊക്കെ മേടിച്ചു. അങ്ങനെയാണ് ആ കരിയർ അങ്ങനെ തുടങ്ങുന്നത്. അപ് ടു എനിക്ക് തോന്നുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ യൂത്ത് ഫെസ്റ്റിവൽ വരെ ചെയ്ത് എം ജയചന്ദ്രൻ എൻ്റെ ഒരു വർഷം 2 വർഷം സീനിയറായിരുന്നു തോന്നുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എം ജയചന്ദ്രൻ ഉണ്ടായിരുന്നു, കൃഷ്ണകുമാർ, രജു ജോസഫ്, അവരൊക്കെ അന്നത്തെ താരങ്ങളായിരുന്നു. അപ്പോൾ അവരൊക്കെ ജയചന്ദ്രൻ ഒരു പ്രാവശ്യം സെക്കൻഡ്, എനിക്കൊരു വർഷം തേർഡ് കർണാട്ടിക്കിന് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഈ ഒരു ജേർണിയിൽ ഉണ്ടായിട്ടുണ്ട്? അച്ഛൻ എന്നതിലുപരി ഒരു ഗുരുസ്ഥാനം കൂടെ അച്ഛനുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ലൈഫ് ടൈമിൽ പാടുന്ന സമയത്തൊന്നും അച്ഛനെ ഓർക്കാത്ത, അച്ഛനിപ്പോൾ എൻ്റെ കൂടെ ഇല്ല, 3 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അച്ഛന് അങ്ങനെ കർണാട്ടിക് മ്യൂസിഷ്യൻ ആയിരുന്നെങ്കിലും ലൈറ്റ് മ്യൂസിക് ഇഷ്ടമായിരുന്നു. അപ്പം പക്ഷേ എന്നിരുന്നാൽ കൂടെ അതിൻ്റെ ഒരു റിസ്ക് എപ്പോഴും അച്ഛനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അച്ഛനൊരു ടീച്ചറായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അച്ഛന് ആ റിസ്ക് ഇല്ല. അന്നത്തെ ടീച്ചേഴ്സ് എല്ലാവരും മക്കൾ എഞ്ചിനീയറിങ്ങിന് പോവുക, MBBS പോവുക, അല്ലേ, അങ്ങനെയൊക്കെയുള്ള ഇതാകുമ്പോൾ നമ്മളൊരു ലൈറ്റ് മ്യൂസിഷ്യൻ എന്നുള്ള രീതിക്ക് പോകുമ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ അച്ഛനൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. പക്ഷേ എന്നാലും അച്ഛന് എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ദാസേട്ടനെ പോലെ ഒരാൾ ഒരുമിച്ച് അവരൊരു റൂമിൽ താമസിച്ച് പഠിച്ചതാണ്. അപ്പം ഞാനും ഈ വളർന്നു വരുന്ന സമയത്ത് അച്ഛൻ്റെ കൂടെ ദാസേട്ടൻ്റെ കൂടെയൊക്കെ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ആൾക്കാർ ചില്ലിൻ്റെ പൊക്കി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അകത്തേക്ക് ഇട്ട് ദാസേട്ടനെ തൊടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരാളെ ആണ് നമ്മൾ കണ്ടു വളർന്നത്. അച്ഛനെ ഈ പറഞ്ഞോട്ട് കർണാട്ടിക് മ്യൂസിഷ്യൻ ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. പക്ഷേ എന്നാലും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമൊന്നുമില്ല. ഈവൻ ദാസേട്ടൻ ഇത്രയും ക്ലോസ് ആയിട്ടുള്ളതും ദാസേട്ടൻ്റെ അടുത്ത് ഒരിക്കലും എൻ്റെ മോന് ഒരു അവസരം കൊടുക്കാനായിട്ട് അച്ഛൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ദാസേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ചെയ്യുന്ന ഒരാളല്ല അച്ഛൻ. ഒരു തരത്തിൽ അച്ഛനൊരു കുറേ സന്തോഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം 2 മക്കൾ, ഒരാൾ കർണാട്ടിക് മ്യൂസിഷ്യനായി, ഒരാൾ ലൈറ്റ് മ്യൂസിഷ്യനായി എന്നുള്ളത് അത് സന്തോഷമാണ്. ഗ്രോവിങ് അപ്പ് സ്റ്റേജിൽ ഇപ്പം രാവിലെ പിടിച്ചിരുത്തി സാധകം ചെയ്യിപ്പിക്കാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒക്കെ മെമ്മറീസ് ഉണ്ടോ? അച്ഛന് ശരിക്കും ഞാൻ കോമ്പറ്റീഷൻ വരുമ്പോഴാണ് അച്ഛനടുത്ത് പോയിരിക്കുന്നത്, അല്ലാത്ത സമയത്തൊന്നുമില്ല. അല്ലാത്ത സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ വന്നിരിക്കുമ്പം ഇപ്പോൾ അവർക്ക് ഓരോ വർണ്ണങ്ങൾ അല്ലെങ്കിൽ ഗീതം
അല്ലെങ്കിൽ കീർത്തനങ്ങൾ അല്ലെങ്കിൽ മനോധർമ്മം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കയറിയിരിക്കും. അപ്പം അങ്ങനെ ഒരിക്കലും കണ്ടിന്യൂസ് ഒരു സ്റ്റഡി ഉണ്ടായിട്ടില്ല. അപ്പം പല പല പോർഷൻസ് ഞാൻ കയറിയിരിക്കുമ്പോൾ എൻ്റെ അത് പറഞ്ഞു തരും, അല്ലെങ്കിൽ വേറൊരാൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിനും കയറിയിരിക്കും ചിലപ്പം. അങ്ങനെയൊക്കെ ഒരു സ്റ്റഡിയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പ്രാക്ടീസ് ചെയ്യണതിൻ്റെ കാര്യം അത് ദക്ഷിണാമസ്വാമിയും പറയാറുണ്ട്. അച്ഛനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ഒരുപാട് പാടണം എന്ന് പറയാറുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു രീതിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം പോരാ. കാരണം സിനിമയുടെ ഒരു ശൈലി, ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് വേറെയാണ്. അത് നമ്മൾ പല കമ്പോസേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എത്തി നമ്മളെ കൊണ്ട് പാടിച്ചത് കറക്റ്റ് ചെയ്ത് ഒരു എക്സ്പ്രഷൻസ് എങ്ങനെ വേണം, ഒരു മോഡേൺ കൈൻഡ് ഓഫ് സോങ് ആണ് എങ്ങനെ പാടണം, ഇത് നമുക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം കിട്ടില്ല. ഇത് നമ്മൾ കുറേ റിസർച്ച് ചെയ്യണം, കുറേ കേൾക്കണം, നമ്മളെ അവർ യൂസ് ചെയ്യണം എന്നല്ലാണ്. ഇപ്പോൾ വിദ്യാജിയെ പോലൊരു കമ്പോസറിൻ്റെ അടുത്ത് എത്തിയതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം. കാരണം സാറത് എൻ്റെ ശബ്ദം തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു, വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്നു. രണ്ട്, ഓരോ എക്സ്പ്രഷൻസ് എങ്ങനെ ചെയ്യണം, പിന്നെ വോയിസ് എങ്ങനെ ചെയ്യണം, എങ്ങനെ പാടണം, സ്റ്റൈൽ ഓഫ് സിംഗിങ്, ഇതൊക്കെ ഒരാൾ പറഞ്ഞു തരാനുണ്ടായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു കാര്യമാണ്. ഈ മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണെന്ന് നമ്മൾ പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു 27 ഇയേഴ്സിൽ 30 ഇയേഴ്സിൽ എങ്ങനെ ഇൻഡസ്ട്രി ചേഞ്ച് ആയി എന്നാണ് നോക്കി കാണുന്നത്? ഈ സിനിമയിൽ വരുന്ന മാറ്റങ്ങൾ ഒരു ട്രെൻഡ് ഉണ്ടാക്കും സിനിമയ്ക്ക്. രവീന്ദ്രൻ മാസ്റ്റർ അടുത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് കുറേ നാൾ സാറിന് വലിയ ഗ്യാപ്പായിരുന്നു. അതിനുശേഷം ആറാം തമ്പുരാൻ എന്നൊരു സിനിമയുടെ കമ്പോസിങ് വന്ന സമയത്താണ് അവിടെ നിന്നാണ് സാർ പിന്നെ പെട്ടെന്നൊരു സെക്കൻഡ് തിരിച്ചു വരവ് വന്നത്. ഈവൻ ദാസേട്ടൻ്റെ കൂടെ വന്നത്. ഇപ്പോൾ കമലദളം അല്ലെങ്കിൽ ഹിസൈനസ് അബ്ദുള്ള പോലത്തെ കുറേ മൂവീസ് വന്നു അല്ലേ. അത് അങ്ങനൊരു സിനിമ വന്ന് ഹിറ്റാകുമ്പോഴാണ് അതിൻ്റെ കൂടെ കുറേ അതുപോലത്തെ സിനിമകൾ വരുന്നത്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ മൂവീസിൻ്റെ കാര്യത്തിലും പാട്ടുകാരുടെ കാര്യത്തിലും ആക്ടർമാരുടെ കാര്യത്തിലും ഒക്കെ അതെ. ഒരു ട്രെൻഡ് സെറ്റർ എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ ഒരു ഹിറ്റ് മേക്കർ എന്നുള്ള രീതിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറിയിൽ ഒരു വിഭാഗം ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവരെ തേടി കൂടുതൽ അവസരങ്ങളെത്തും. ആ കാറ്റഗറി പോലെയുള്ളവർ മറ്റുള്ളവർ ചെയ്യാൻ നോക്കുകയും ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ വിജയിക്കും എന്നുള്ളൊരു തോന്നലായിരിക്കാം ഒരു പക്ഷേ. അത് എപ്പോഴും ഉണ്ട്. പാട്ടിൽ ഒരാളെ നമുക്കൊരു പുതിയൊരാളെ ഒരു ഡിഫറെൻറ്റ് വോയിസ് ഉണ്ട് എന്നൊരു കമ്പോസർ ട്രൈ ചെയ്ത് അത് വിജയിച്ചു കഴിഞ്ഞാൽ അയാളെ തേടി കുറേ അവസരങ്ങൾ കിട്ടും. അപ്പോൾ അയാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അവിടെ പുതിയൊരാളല്ലേ പാടിയത്. ഇപ്പോൾ അനുരാഗ വിലോചനായി ഒരു പാട്ട്, ഇതുവരെ കേൾക്കാത്ത ശ്രീകുമാർ എന്നൊരു സിംഗറായിരുന്നു. വിദ്യാജിക്ക് അത് എനിക്ക് തോന്നുന്നു ഏതൊരു കോമ്പറ്റീഷന് പോയപ്പം റാഫി സാബിൻ്റെ പാട്ടുകൾ പാടി കേട്ടപ്പോൾ ഏകദേശം ആ ഒരു സിമിലാരിറ്റി തോന്നിയിട്ട് അപ്പോൾ പുള്ളിക്ക് അദ്ദേഹത്തിന് തോന്നി അതെന്നാൽ ഇത് മലയാളത്തിൽ പാടിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, MT സാറിൻ്റെ അല്ലെങ്കിൽ ലാൽ ജോസിൻ്റെ ഒക്കെ ആ ഒരു കാറ്റഗറി, അവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരു പുതിയൊരു സിംഗർ പാടുക എന്ന് പറഞ്ഞാൽ ഒട്ടും, പ്രത്യേകിച്ച് മലയാളിയാണെങ്കിലും അദ്ദേഹത്തിന് മലയാളം അധികം അറിയില്ലായിരുന്നു. അത് കുറച്ച് കറക്റ്റ് ചെയ്തൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവിടെ ആ ഒരു കമ്പോസറുടെ ഒരു തോട്ടാണത്. ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അത് നന്നാവും. അത് നേരെ മറിച്ചൊരു എക്സിസ്റ്റിംഗ് സിംഗർ പാടിക്കഴിഞ്ഞാൽ അത് നന്നാവില്ല എന്നല്ല, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഫീൽ അതിൻ്റെ അത് തോന്നി. എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും പാട്ടുകാർ വരും, അല്ലെങ്കിൽ അത് പരീക്ഷിക്കാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്കും തോന്നുന്നത് നമുക്കും ഒരു പുതിയൊരാളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. ഒരു ഫോക്ക് സോങ് വരുമ്പോൾ ഇപ്പം പ്രദീപ് പള്ളുരുത്തി അവരൊക്കെ വന്നില്ലേ, ഒരുപാട് ആൾക്കാർ അങ്ങനെ ഫോക്ക് പാടുന്നവർ വന്നു. മെലഡി പാടുന്നവരുണ്ട്, അല്ലാന്നല്ല. ഫാസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിലും ഇപ്പോൾ കാർത്തിക്കൊക്കെ സ്ഥിരം പാടുക. കാർത്തിക്കിൻ്റെ അല്ലാതെ തന്നെ വേറൊരു നമുക്കിവിടെ തന്നെ ഒരുപാട് ഇപ്പോൾ അൻവറൊക്കെ വളരെ ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ ഉഗ്രനായിട്ട് പാടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പുതിയ സിംഗേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഞാൻ വന്ന സമയത്ത് മാത്രമേ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആ ഒരു സിറ്റുവേഷൻ ആപ്റ്റായിട്ട് ആ ശബ്ദം തോന്നിക്കഴിഞ്ഞാൽ അത് പുതിയതോ പഴയതോ എന്നുള്ള വിഷയമല്ല. അവരത് അക്സെപ്റ്റ് ചെയ്യും, അവർ ചെയ്യും. അത് ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കൗട്ടാവില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ ഇപ്പം ലൈവ് പെർഫോമൻസസിലേക്കോ അല്ലെങ്കിൽ സ്റ്റേജിലേക്കൊക്കെ സെയിം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പം ഒരു റാപ്പർ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, കൂടുതൽ സ്റ്റേജുകൾ തുറന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു നോർമലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതികളിൽ നിന്നൊക്കെ മാറി പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇല്ല, അത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എപ്പോഴും നാടോടുമ്പോൾ നടുവെന്ന് പറയുന്ന പോലെ, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാമോ. അപ്പം ഞാനൊരു മറ്റേ പുതിയ ആൾക്കാരെ തലകുത്തി പറഞ്ഞ് ഡാൻസ് കളിക്കുന്നു, മൈക്ക് മുകളിൽ കിട്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാനത് പോയി കഴിഞ്ഞാൽ അത് താഴെ വീഴുകയും ചെയ്യും. അവസാനം താഴെ കമൻറ്റ് വരും യൂട്യൂബിൽ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, തനിക്കറിയാവുന്ന ജോലി ചെയ്താൽ പറയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും. അതെങ്ങനെയാലും വരും. പക്ഷേ എന്നാലും ശരി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം, അത് പരീക്ഷിച്ച് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ മലയാളികൾ എപ്പോഴും വ്യത്യസ്തത. ഇപ്പം ഞാനൊരു കുക്കറി ഷോയിൽ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വരുന്ന കമൻസും കോളും നേരെ ഇരട്ടിയായിരിക്കും. എന്താണെന്നറിയോ, ഞാൻ ചെയ്യാത്ത കാര്യമാണ് ചെയ്യുന്നത്. ഞാനൊരു ഷോർട്ട് ഫിലിം ആക്ട് ചെയ്തിരുന്നു, തിരികെ എന്ന് പറഞ്ഞിട്ട് വെക്കത്തേരുടെ ഒരു കൂട്ടായ്മയിൽ.
അതിന് ഭയങ്കര എക്സ്പോഷറായിരുന്നു. ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വലിയ സന്തോഷമാണ്. സാധാരണ എനിക്കൊരു ഇതുപോലത്തെ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ അയാൾ പാട്ടുകാരനാണ്, അയാൾ പാട്ട് പാടിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ അതൊരു വ്യത്യസ്തതയാണ്. നമ്മൾ ചെയ്യാത്തത് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകം തോന്നും, ഇയാൾ എന്താണ് ചെയ്തത് എന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ട്രെൻഡുണ്ട് സാധാരണ ഇതിക്ക്. അപ്പോൾ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കിലാണ് നോക്കി കാണുന്നതെന്ന് അതെ, മനസ്സിലായി. അത്രേ ഉള്ളൂ. അത് ചെയ്താൽ നന്നാവുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ചിത്ര ചേച്ചി, ഞാൻ പറയട്ടെ, ജാസി ഗിഫ്റ്റ് എന്നൊരു സിംഗർ, അയാൾ എത്രയോ പാട്ടുകൾ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അയാൾ ഏതെങ്കിലും ഒരു വേദിയിൽ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, അല്ലേ? അയാൾ അങ്ങനെ നിന്ന് പാടുകയുള്ളൂ. അത് അവരോരുത്തരുടെ രീതിയാണ്. അത് ചെയ്താൽ ശരിയാവും തോന്നുന്നത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജും, അല്ലെങ്കിൽ അത് ചെയ്താൽ ഭംഗിയുണ്ടെന്ന് തോന്നുമ്പം അത് ചെയ്താൽ ഓക്കെ. അല്ലെങ്കിൽ സാധാരണ ഞങ്ങളൊക്കെ അവസാനത്തെ ഒരു കലാശക്കൊട്ടൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ മൂമെൻ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, ഇപ്പോൾ US ഷോസൊക്കെ വരുമ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരും ഒക്കെ കൂടെ കയറി എല്ലാവരും കൂടെ ഒരു ബഹളമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ മാത്രം ഇങ്ങനെ വെറുതെ നിൽക്കാമെന്നൊരു പ്രശ്നമില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ മൂമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട്. മറ്റേത് ചെയ്യാൻ എക്സ്പെർട്ട് ആയിട്ടുള്ളവരുണ്ട്, അപ്പോൾ അവർക്ക് അവസരം കൊടുക്കും. ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സൊക്കെ പലപ്പോഴും ഇൻ്റർവ്യൂസിലായാലും ഒക്കെ ഇങ്ങനെ അവരുടെ അഭിപ്രായം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ പുതിയ കുട്ടികൾ കാണിക്കുന്ന പോലെ ഇങ്ങനെയൊന്നും ചെയ്യരുത്, തലകുത്തി പറയുന്നത്, അതിനൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ സിംഗേഴ്സിൻ്റെ ഇടയിൽ ഡിസ്കഷൻസ് ഉണ്ടാവലുണ്ട്, ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ കാണിച്ചു കൊടുത്ത് കണ്ടില്ലേ, അല്ലെങ്കിൽ എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ടോ? ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ അസോസിയേഷൻ സമം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേബാക്ക് സിംഗേഴ്സിൻ്റെ അസോസിയേഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ മീറ്റിങ്ങിന് കൂടുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യങ്ങളും പല സ്ഥലങ്ങളിലും എന്താ പറയുക, ചില അബദ്ധങ്ങൾ പറ്റിയതും അല്ലെങ്കിൽ അല്ലാത്തതും പോസിറ്റീവായിട്ടും ഡാൻസുകളും എല്ലാം സംസാരിക്കാറുണ്ട്. അതൊക്കെ ഇതാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ചെയ്താൽ നന്നായി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കൂടെ വേണമല്ലോ. ഇല്ലെങ്കിൽ ടോട്ടൽ നേരെ ഓപ്പോസിറ്റ് ഇതായിരിക്കും.